മോള് വാ, വന്ന് ആഹാരം കഴിക്ക്. എന്റെ വിശപ്പൊക്കെ പോയി. അച്ഛനോടുള്ള ദേഷ്യം ആഹാരത്തോട് തീർക്കുവാണോ? എന്റെ സങ്കടങ്ങള് എനിക്ക് ഇങ്ങനെയൊക്കെയല്ലേ തീർക്കാൻ പറ്റും. അല്ലാതെ എന്റെ മനസ്സിൽ എന്താണെന്നോ എന്റെ ആഗ്രഹങ്ങൾ എന്താണെന്നോ ഇവിടെ ആരും മനസ്സിലാക്കാറില്ലല്ലോ. മോളെ, അമ്മയ്ക്ക് മോളെ മനസ്സിലാവും. അച്ഛൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മോളുടെ നന്മയ്ക്ക് വേണ്ടിയാവും. അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല. മോളെ, നീ അച്ഛനെ വെറുതെ വാശി പിടിപ്പിക്കല്ലേ. അദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അത് നടത്തിയിരിക്കും. പക്ഷേ എന്റെ ഈ കല്യാണം മാത്രം നടക്കില്ല അമ്മേ. അതെന്താ? മോളുടെ മനസ്സില് മറ്റാരെങ്കിലും ഉണ്ടോ? ഇനിയുണ്ടെങ്കിലും ആ ബന്ധത്തിന് അച്ഛനൊരിക്കലും സമ്മതിക്കില്ല. മോളതങ്ങ് മറന്നേക്ക്. ആർക്കും എന്നെ മനസ്സിലാവില്ല. എന്റെ ഇഷ്ടങ്ങളും മനസ്സിലാക്കില്ല. മക്കളുടെ മനസ്സറിയാൻ ശ്രമിക്കാത്തവർക്കിടയിൽ നിന്ന് എങ്ങോട്ടേലും പോകുന്നതാ നല്ലത്. എവിടെ പോയിരുന്നു? എങ്ങും പോയില്ല. പക്ഷെ അവള് പോയാനെ. അതിനുമുമ്പ് ഞാനിവിടെ എത്തി. എന്താ മോള് ഇവിടുന്ന് പോവാന്ന്. എന്താ മോളെ കേക്കുന്നേ? എന്റെ ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും ഒരു വിലയും കൽപ്പിക്കാത്ത ഈ വീട്ടിൽ നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഇവിടെ അച്ഛൻ എന്ത് തീരുമാനിക്കുന്നോ അതല്ലേ നടക്കുന്നുള്ളൂ. എനിക്കിതിന് താല്പര്യമില്ല. വേണ്ട. അച്ഛന്റെ മുഖത്ത് നോക്കി ധിക്കാരം പറഞ്ഞു ഇവിടെ ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാനൊരു ധിക്കാരവും പറഞ്ഞിട്ടില്ല. പോ. പാർവതി, മോളെ എവിടേക്കും ഓടിയിട്ട് കാര്യമില്ല. അച്ഛനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. നിന്റെ കല്യാണം. അത് ഞാൻ നടത്തും. എന്തായാലും നടത്തും. അമ്മേ ആട്ടമ്മേ തിരിച്ചിരുന്നോ? വയോ വയോ. അമ്മ നല്ലോണുണ്ട്. വീടല്ലേ? അമ്മ പേടിയാവുന്നു. പേടിക്കല്ലടാ അമ്മേ. അമ്മയ്ക്കൊപ്പം എപ്പോഴും വരാൻ ആഗ്രഹിച്ചത് നിന്റെ ചോട്ടില. ഒരർത്ഥത്തിൽ നിന്നെ ഞാൻ അമ്മയായിട്ടാ കാണുന്നു. പക്ഷെ ഇപ്പൊ അമ്മ എന്ന വാക്ക് പറയുമ്പോ ഉറപ്പും വെറുപ്പുവാ. ഭർത്താവും മക്കളും വേണ്ടാന്ന് പറഞ്ഞ് ആർക്കൊപ്പം ഒളിച്ചോടി പോയാ നിങ്ങൾ വെറുക്കുന്നത് തെറ്റാണോ? ഭാര്യയും മക്കളെയും ജീവന് തുല്യം സ്നേഹിച്ച എന്റെ അച്ഛനൊരു മുഴുക്കൊടിയനാവാൻ കാരണം നിങ്ങൾ ഒറ്റ ഒരാളാ. ആ മനുഷ്യന്റെ മനസ്സ് വേദനിപ്പിച്ച നിങ്ങൾക്ക് ദൈവം കാത്തു വച്ചിരിക്കുന്ന ശിക്ഷ അനുഭവിച്ചു തീർത്തിട്ട് ഈ ഭൂമിയിൽ നിന്ന് പോവാവുന്ന ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. പിന്നെ നിങ്ങൾ പോയെന്ന് കരുതി എന്റെ അനിയത്തിമാരെ അനാഥരായിട്ടൊന്നുമില്ല. അവർക്ക് ഞാനുണ്ട്. അവരുടെ ഈ വലിയേട്ടൻ നമ്മൾ എന്തെങ്കിലും മറച്ചു വെച്ചിട്ട് പിന്നീട് അത് ചെക്കന്റെ വീട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ തകർന്നു പോകുന്നത് എന്റെ അനിയത്തിയുടെ ജീവിതമായിരിക്കും. അവളുടെ ജീവിതം ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ല. മോനെന്താ ഉദ്ദേശിക്കുന്നേ? ഞാൻ പറയാൻ വന്നത് ഞങ്ങളുടെ അമ്മയെക്കുറിച്ചാ. നാട്ടുകാർക്ക് മുഴുവൻ അറിവുള്ളതല്ലേ അത്. നമ്മളായിട്ടത് പറയാൻ പഠിച്ചു കഴിഞ്ഞാലും ആരെങ്കിലും പറഞ്ഞ് ചെക്കന്റെ വീട്ടുകാരതറിയും. അതിനേക്കാളും നല്ലതല്ലേ നമ്മളത് ആദ്യമേ തന്നെ പറയുന്നത്. അതുകൊണ്ട് അമ്മ ഞങ്ങളെ ഉപേക്ഷിച്ചു പോയ വിവരം ചെക്കനോടും കുടുംബക്കാരോടും ചേട്ടത്തി തീർച്ചയായിട്ടും പറയണം. അതറിഞ്ഞിട്ടും ഞങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ താല്പര്യമുള്ള ആൾക്കാരെ മാത്രം രത്നയ്ക്ക് വേണ്ടി ചേട്ടത്തി കൊണ്ടുവന്നാൽ മതി. ചിലപ്പോ അതിരി പ്രയാസമുള്ള കാര്യമായിരിക്കും. പക്ഷെ എനിക്ക് വേണ്ടി ചേട്ടത്തി കഷ്ടപ്പെടണം. അതൊന്നും സാരമില്ല മോനെ. മോനും മോന്റെ പെങ്ങന്മാരും എനിക്ക് എന്റെ സ്വന്തം മക്കളെ പോലെയാ.
എത്ര ബന്ധപ്പെട്ടിട്ടാണെങ്കിലും മോന്റെ അനിയത്തിക്ക് വേണ്ടി നല്ലൊരു ബന്ധവും കൊണ്ട് ഈ കൊച്ചന്നമ്മ ചേർത്തി വന്നിരിക്കും. മോൻ സമാധാനമായിട്ടിരിക്കെ. പോയിട്ട് വരാം മോനെ. ആരുടെ വേറെ ആരുടെ അല്ല, തന്റെ കല്യാണം ഉടനെ നടക്കും. അടിപൊളി. ഗൈസ്, ഇറ്റ്സ് ടൈം ഫോർ നാത്തൂൻ പോൻ. പോയി തോന്നണം വിളിച്ചു പറയുന്നു. അതെ, ജോലി ചേർക്ക് തെറ്റിയതാണ്. എന്റെ കല്യാണം അല്ല ആദ്യം നടക്കുക. നടക്കാൻ പോകുന്നത് എന്താണോ അതാ ഞാൻ പറഞ്ഞത്. രാശിപ്പലകയിൽ തെളിഞ്ഞത് തെറ്റില്ല. ഗിരീശന്റെ വിവാഹം കഴിഞ്ഞിട്ടേ അനിയത്തിമാരുടെ വിവാഹം നടക്കൂ. അതിന് ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാർ വിചാരിച്ചാലും അത് തടയാൻ കഴിയില്ല. ഇനി വേണമെങ്കില് ഗിരിക്ക് ഏത് നാളുകാരിയാ ചേരുന്നതെന്നും പറയാം. ആ അതൊന്നും അത് ഞാൻ പറയാം. മതി മതി മതി. ജോത്സ്യരുടെ പ്രവചനമൊക്കെ മതി. രാശിപ്പലക കള്ളം പറയില്ല. അത് കുഴപ്പമില്ല. കള്ളം പറയുന്ന കബഡിയിൽ തൊടാം. ഓരോ കള്ളം പറഞ്ഞ് ഇറങ്ങിയിരിക്കാം. കള്ളമല്ല, സത്യമാണ്. കബഡി അവിടെ വെക്ക്. എന്റെ കല്യാണം നടക്കും പോലും. ഭൂതവും ഭാവി വർത്താനൊക്കെ ഇനി പിന്നീട് പറയാം കേട്ടോ. ഇതെല്ലാം ഈ സഞ്ചിക്കകത്ത് തന്നെ ഇട്ടു വെച്ചോ. ഇനി പുറത്തേക്ക് എടുക്കണ്ട. കഴിഞ്ഞു. അത് പിടിക്കും. എഴുന്നേക്ക്. ഈ കള്ള പലകം പിടിച്ചോ. ഇനി ദക്ഷിണ തന്നില്ല എന്ന് പറയരുത്.